നമ്മുടെ ഈ ഒരു കാറിൽ പുതിയൊരു ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് ഒരു ഡാഷ് ക്യാം ആണ്. 70 മൈ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പുതിയൊരു 4K സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാം. അത് ഫ്രണ്ട് വ്യൂ ഉണ്ട്, റിയർ വ്യൂവും കാണുന്ന ഒരു രീതിയിലുള്ളൊരു വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ഡാഷ് ക്യാം ആണ്. അപ്പോൾ ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ ഒരു ഉപയോഗം എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് കാറുകളിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇപ്പം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ എക്സ്ട്രാ ആക്സറീസിൽ ആഡ് ചെയ്തും വെക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ ഒരു സേഫ്റ്റി, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൂഫായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഒരു വളരെ സേഫ്റ്റി പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും. അതുപോലെ ഈ ഒരു റെക്കോർഡിങ്ങിൽ തന്നെ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാം ഈ ഒരു വെഹിക്കിളിൻ്റെ സ്പീഡും ടൈമും ലൊക്കേഷനും ഡേറ്റും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിത്ത് പ്രൂഫോട് കൂടിയാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആക്സിഡൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ എന്തായാലും ഈ ഒരു കാറിൽ ഈ ഒരു 70 MI എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. 70 MIയുടെ 4K A810 HDR എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്ത് കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ളൊരു മോഡലാണ് നമ്മൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ചധികം നമ്മൾ മാർക്കറ്റ് സ്റ്റഡിക്ക് ഒക്കെ ചെയ്ത്, അതായത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല ബഡ്ജറ്റ് റേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ടോപ്പ് എൻഡ് ഒരു മോഡലാണെന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ക്യാമറയുണ്ട്, റിയർ ക്യാമറയുണ്ട്. അപ്പം നമ്മളെന്തായാലും ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ആദ്യം ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു യൂസർ മാനുവലും അതേപോലെ തന്നെ 2 സ്ക്രീൻ ഗാർഡ് പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 ക്യാമറ യൂണിറ്റ്സ്, ഫ്രണ്ടിലേക്കുള്ളതും റിയറിലേക്കുള്ള ക്യാമറ യൂണിറ്റ്സ് ആണ് ഈ കാണുന്നത്. 70 MI 4K Ultra HD എന്നുള്ള ആ ഒരു പേരൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ ഇതാണ് റിയർ ക്യാമറ, കണ്ടല്ലോ. അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയിലുള്ള സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ കേബിൾസ് മെയിൻ കേബിള് 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചാർജിങ് യൂണിറ്റ്, ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സിങ് ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയിലുള്ള ഒരു സ്റ്റിക്കർ സൈഡും കാണാം. ഇത്രയാണ് ഈ ഒരു ബോക്സിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് ഞാനൊരു ആക്സറി ഷോപ്പ് ചൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ശരിക്കും 2 രീതിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് പോർട്ട് ഉണ്ടല്ലോ, അതിൽ കണക്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഒരു കേബിൾ കണക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാം. അതല്ലാതെ സ്ട്രെയിറ്റ് നമ്മുടെ ഫ്യൂസിലേക്ക് ഒരു കണക്ഷൻ എടുത്തിട്ട് അങ്ങനെയും കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേ ആണ്. അതായത് സ്ട്രെയിറ്റ് കേബിൾ ഇൻസൈഡിൽ കൂടെ വലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എ പില്ലറിൻ്റെ അകത്തൂടെ വലിച്ചിട്ട് റൂഫ് ലൈനർ വഴി എടുത്തിട്ട് വളരെ സേഫായിട്ട്, അതായത് പുറത്ത് കേബിൾ കാണാത്ത രീതിയിൽ സ്ട്രെയിറ്റ് കണക്ട് ചെയ്തിട്ട് ഓൾവേസ് ഈ ഒരു ക്യാമറ ഓൺ ആയിട്ടിരിക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ഒരു കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആക്സസറി ഷോപ്പ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്യൂസ് ബോക്സിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് കറണ്ട് നമ്മുടെ ഡാഷ് ക്യാമറയിലേക്ക് കൊടുത്തേക്കുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് കറണ്ടൊന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് വല്ല പരിചയത്തിലുള്ളവരും വല്ല കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഡാഷ് ക്യാം അങ്ങനെ ഫുള്ളി ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലും റിയറിലും ക്യാമറാസ് ഉണ്ട്, കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം. ഈ ഒരു ഡാഷ് ക്യാമിൽ യൂസ് ചെയ്തിട്ടുള്ള സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയുടെ ലേറ്റസ്റ്റ് മോഡൽ സോണി സ്റ്റാർവിസ് 2 IMX678 സെൻസേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ HDR ആൽഗോരിതം ഒക്കെ നോക്കിയിട്ടുള്ള നല്ലൊരു സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സോണിയുടെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ബെസ്റ്റ് ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്ന ടീമാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഇതിലുണ്ട്. ഈ 2 ക്യാമറാസിനെയും ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അതായത് ഡേ വിഷൻ ആണെങ്കിലും നൈറ്റ് വിഷൻ ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയിലാണ് നമുക്കൊരു ഔട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കി, കണ്ടോ, നല്ല വൈഡായിട്ടുള്ള ഏരിയ കാണാം. അതുപോലെ തന്നെ നമുക്കിപ്പം ബെറ്റർ കളർ ആക്യുറസി, അതായത് കളറിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്പോഷറാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുള്ള 60 FPS ഫ്രെയിം റേറ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മോഷൻ ഡിറ്റക്ഷൻ, അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ ജസ്റ്റ് ഞാൻ റിയർ സൈഡ് കാണിച്ചു തരാം. നോക്കി, കണ്ടോ, 1 ടച്ചിൽ റിയർ സൈഡിൻ്റെ ക്യാമറ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതും വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറേ അധികം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആഡ് ഓൺ ആയി വന്നിട്ടുള്ള നല്ലൊരു ഫീച്ചർ, ഇപ്പോൾ എല്ലായിടത്തും എയുടെ കുറേ കാര്യങ്ങളാണല്ലോ നമുക്ക് ഇടുന്നത്. അപ്പം ഈ ഒരു ഡാഷ് ക്യാമിലും എയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് AI മോഷൻ ഡിറ്റക്ടർ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആളുകളോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ പെട്ടെന്ന് പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ഷൻ എന്തെങ്കിലും ഇപ്പം വെഹിക്കിളിന് ചുറ്റും നടക്കുകയാണെങ്കിൽ ആ ഒരു ഡിറ്റക്ഷൻ നമുക്ക് വെഹിക്കിൾ, ഇപ്പം നമ്മുടെ ഡാഷ് ക്യാമറ അത് പെട്ടെന്നൊരു അലേർട്ട് തരുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള പാർക്കിംഗ് മോഡ് ഓപ്ഷൻ, അതേപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അഡാസ് ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും വിത്ത് വോയിസ് അസിസ്റ്റിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ക്യാമറ തന്നെ പറഞ്ഞു തരും. അതായത് ഇപ്പം ലെയിൻ ഡിപ്പാച്ചർ,
മൂവിങ് ട്രാഫിക്, ഫോർവേഡ് കൊളീഷൻ, പെഡസ്ട്രിയൻ കൊളീഷൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ വെഹിക്കിളോ ഒക്കെ ബൈക്സോ ഒക്കെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറുമോ അല്ലെങ്കിൽ പെട്ടെന്ന് കാറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമോ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു വോയിസ് അസിസ്റ്റിലൂടെ നമുക്കൊരു അലേർട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയൊരു അസിസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത്, അഡാസിൻ്റെ ആ ഒരു ഫീച്ചർ ചെറിയ രീതിയിൽ കിട്ടുക എന്ന് പറയുന്നത് നല്ലതല്ലേ. അതുപോലെ ഈ ഒരു ക്യാമറയുടെ വിഷ്വൽ ക്വാളിറ്റി ഉണ്ടോ, 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ഒക്കെ കുറച്ച് സൂം ചെയ്തിട്ടാണെങ്കിലും ഔട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും വളരെ വിസിബിൾ ആയിട്ട് തന്നെ വെഹിക്കിളിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇതിൽ 256 GB ഒരു മെമ്മറി കാർഡാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 100 hours വിഷ്വൽസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫയൽസ് സേവ് ചെയ്യുന്നത് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ദൈർഘ്യത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫയൽ സേവ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡ്യൂറേഷനിൽ ഏതെങ്കിലും ആയിരിക്കും. ഇനിയിപ്പോൾ ജസ്റ്റ് റിയർ ക്യാമറയും കൂടെ ഒന്ന് നോക്കാം. റിയർ ക്യാമറ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1080+ HDR ക്യാപ്ചർ ചെയ്യുന്ന ഒരു നല്ലൊരു ക്യാമറയാണ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിതിൻ്റെ യൂസ് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഫുൾ ടൈം റിയർ സൈഡ് ഒരു അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് ക്യാമറ ആംഗിൾ. അപ്പോൾ ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ കാറിൻ്റെ ബാക്കിൽ വന്ന് തട്ടോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റെക്കോർഡിങ്ങിൽ കിട്ടും. അപ്പം ഒരു അടിയലമ്പോ ഒന്നും ഒരു ലൊക്കേഷനിൽ കിടന്നുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതേ പ്രൂഫ് ഇതേന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാനുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് GPS ഉണ്ട്. അപ്പോൾ വെഹിക്കിളൊക്കെ പ്രോപ്പറായിട്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആപ്പിൻ്റെ സപ്പോർട്ട് ഇത് കണ്ടോ. നമ്മളിപ്പോൾ ആപ്പ് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അതേപോലെ റിയർ വ്യൂ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റിയർ വ്യൂ കാണാം കണ്ടോ. ഫോണിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ആൽബംസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഇത്രയും നേരം റെക്കോർഡ് ചെയ്ത ഓൾ വീഡിയോസ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ 188 വീഡിയോസോളം എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് കാണാം, ടൈം ലാപ്സ് വേണമെങ്കിൽ അങ്ങനത്തെ വീഡിയോസ്, എമർജൻസി വീഡിയോസ് ഉണ്ടെങ്കിൽ അത്, പാർക്കിംഗ് സർവൈലൻസ്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിലാണ് ശരിക്കും കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ളത്. ഇപ്പം ഇത് കണ്ടോ, വീഡിയോ എൻകോഡിങ് ഫോർമാറ്റ് ഉണ്ട്. അതേപോലെ HDR വേണമെങ്കിൽ അങ്ങനെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങൾ ഇതുണ്ടോ, കൊളീഷൻ ഡിറ്റക്ഷൻ ഹൈ, അതിപ്പോൾ ഓണാക്കി വെച്ചാണ്. മോഷൻ ഡിറ്റക്ഷൻ ഹൈ, അതെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എമർജൻസി വീഡിയോ ഉണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തൊട്ട് കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു മോഷൻ ഓൺ ദ വേയിൽ ഡിറ്റക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ മോഷൻ ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഒരു സൗണ്ടോട് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 70 ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ, അതായത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ചിട്ട് 4K സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളൊരു ഡാഷ് ക്യാമാണ്. അതെന്തായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇന്ത്യയിലെ സെയിൽസും വാറണ്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ ഇന്ത്യയിലെ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നത് നെക്സ്റ്റ് ഡിജിട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. അപ്പോൾ അവരുടെ മെയിൽ അഡ്രസ്സും അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുവാണ്. ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ഇവരുടെ സൈറ്റിലൊക്കെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡാഷ് ക്യാംസ് ഒക്കെ ഇതുപോലെ ഇത്രയും അധികം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ളൊരു സ്മാർട്ട് ഡാഷ് ക്യാം വേണ്ടവർക്ക് ഇപ്പം തന്നെ കണക്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു 70 ഒരുപാട് റേഞ്ചിലുള്ള പല മോഡൽസ് അവൈലബിൾ ആണ്. എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.